നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഞാൻ മുപ്ലിയത്തേക്ക് ഒന്ന് പോയാലോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് സ്ഥലമുണ്ട് ഞങ്ങൾക്ക്. അവിടെ ഇന്ന് വേലി കെട്ടാനൊക്കെ ആൾക്കാർ വരുമെന്ന് പറഞ്ഞിരുന്നു. ഗോപൻ കാലത്ത് തന്നെ പോയി, എനിക്ക് പറ്റിയില്ല. പണിക്കാർ വന്നിട്ട് അങ്ങോട്ട് പോയിരിക്കണം. അപ്പോൾ അവൻ്റെ കൂടെ ഞാനും കൂടി പോവാമെന്ന് വിചാരിച്ചു. അവിടെയാണെങ്കിൽ അവിടെ തറവാടാണല്ലോ. അവിടെ എല്ലാ ആൾക്കാരും ഉണ്ട്. എൻ്റെ സഹോദരങ്ങളെല്ലാവരും അവിടെ, അനിയത്തി, 3 അനിയന്മാർ, അവരുടെ ഫാമിലി ഫുള്ള് അവിടെയാണ്. ഞാൻ മാത്രമല്ല ഇവിടെ വരന്തരപ്പള്ളിയിലുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കണു. സ്വാതി, അതായത് എൻ്റെ അനിയൻ്റെ മോൻ്റെ ഭാര്യ, ഇപ്പോൾ പ്രസവിക്കാറായിട്ടിരിക്കുകയാണ്, ഗർഭിണിയാണ്. അപ്പോൾ ഒന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചു. ഞാനിങ്ങനെ പോവാം, ചിലപ്പോൾ പോകുമ്പോൾ കൂടെ പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം അങ്ങനെ എന്തായാലും ഉച്ചയ്ക്ക് പോകാമെന്നാണ് വെച്ചേക്കണം കേട്ടോ. കാലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. രാവിലെ ദോശയായിരുന്നു, ദോശ, ചട്നി, സാമ്പാർ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അവിയൽ വെച്ചാലോ, കുറേ ദിവസമായി അവിയൽ വെച്ചിട്ട്. പിന്നെ പയറുണ്ട്, കുറച്ച് കായം കൂടി ചേർത്ത് ഉപ്പേരി വയ്ക്കാം. ഇത് മൂത്തിട്ടുണ്ട്, പഴുത്തിട്ടില്ല. അതുപോലെ തന്നെ പയറുണ്ട്, നല്ല പയറാണ്, സൂപ്പർ പയർ. ഇതിന് കുറച്ച് ഒടിപ്പയർ എടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങക്കായ നമ്മുടെ ഒന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നതാണ് ഇപ്പോൾ തന്നെ. അതുപോലെ തക്കാളി ഉണ്ട്, കുമ്പളങ്ങയുണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഇത്രയൊക്കെ മതി. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്നാല് റോഡിലൂടെ പോണ ആൾക്കാരൊക്കെ കാണാം. പിന്നെ കാറ്റ് വരും, പുറത്തുനിന്ന് ചെടികളെ കാണാം, പൂക്കളെ കാണാം. എന്താ ചൂടല്ലെന്നാലും. ഇപ്പം എന്ത് ചെയ്യേണ്ടത്? ഞാനിപ്പോൾ ഉഷ്ണിച്ചിട്ട് വയ്യ, കാറ്റ് വരുന്നില്ല. സംഭാരം ഉണ്ടാക്കിയാലോ? അതാകുമ്പോൾ ഉപ്പുണ്ടല്ലോ, ഉപ്പും നമുക്ക് നഷ്ടപ്പെടും കുറേ. അപ്പോൾ സംഭാരം ഉണ്ടാക്കാം അല്ലേ? ഞാൻ ഉണ്ടാക്കാം. പറ്റുന്നില്ല കേട്ടോ, തീരെ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് നിൽക്കണുള്ളൂ. ഇത്തിരി സംഭാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് നാരകത്തിൻ്റെ ഇല പൊട്ടിക്കാം. എന്ത് ചൂടല്ലേ എൻ്റെ ചെടികളെ. നിങ്ങൾക്ക് ഒരു മഴ കിട്ടാൻ ആഗ്രഹമില്ലേ ഈശ്വരാ? നമ്മുടെ ചെടികളൊക്കെ വാടി നിൽക്കുന്നുണ്ട്, വെള്ളം കിട്ടിയിട്ടും. നാരകത്തിൻ്റെ എല്ലാം പൊട്ടിക്കട്ടെ കേട്ടോ. ഈ തെങ്ങിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് നാരകം കേട്ടോ. ഇഷ്ടംപോലെ നാരങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2 ഇല പൊട്ടിക്കാം നമുക്ക്. 1, 2 ഇല പൊട്ടിച്ചു, ഇത് മതി. ഇനി കുറച്ച് ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്ത് സംഭാരം ഉണ്ടാക്കാം. ചെമ്പരത്തിന പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ, കണ്ടോ പൂവ്. ജയശ്രീ, ജയശ്രീ, ജയശ്രീയാ വരുമോ? ഇന്നലെ അനു പറയണേ ഞാൻ കോളേജിൽ പോകുമ്പോൾ കാറ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ഇവിടെ നിന്നിട്ട് നമ്മുടെ ഇവിടെ നിർത്തിയിട്ട് അമ്മയെ ആരെ കണ്ട് വണ്ടി നിർത്തിയിട്ട് എത്തിച്ച് പൊട്ടിക്കണമെന്ന് പോവാപ്പടി. നോക്കുമ്പോൾ എന്തൊരു സ്ഥലം കാണാൻ. ആരായിരിക്കും പൊട്ടിച്ചിട്ടുണ്ടാവുക? എന്തായാലും പോവാ. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ അമ്പലത്തിലേക്ക് എങ്ങാനാവും, അല്ലാണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ പുറത്തേക്ക് നിൽക്കണ പൂവ്. അപ്പം ഞാൻ പറഞ്ഞേ അതിവിടെ അമ്പലത്തിലേക്കാവും, നമ്മുടെ ഐക്കരക്കുന്ന് അമ്പലത്തിലേക്ക് ചിലപ്പോൾ ആരെങ്കിലും പൊട്ടിച്ചുകൊണ്ട് പോകണതാവും എന്ന് പറഞ്ഞു കേട്ടാ. അപ്പോൾ അതിന് പറയാം, അല്ല ഇവിടേക്കല്ല ഓട്ടോറിക്ഷ പോയത്, ഓട്ടോറിക്ഷ നന്ദിപുരത്തേക്ക് പോയിട്ട് അങ്ങോട്ടൊരു വഴിയിൽ രാലിൻ്റെ അവിടെ ആ അമ്പലത്തിൽ ആ ഭാഗത്തേക്ക് പോയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ കൊമരഞ്ചിറ അമ്പലത്തിൽ ഇപ്പോൾ അവിടെ ദേവിയെ മാറ്റി സ്ഥാപിക്കല്ല, ശ്രീകോവിൽ പൊളിക്കാൻ പോവല്ലേ. അതിന് അവിടെ നിന്ന് പൂജയൊക്കെ ഉണ്ടായിരുന്നുണ്ട് കേട്ടോ. ഞാനല്ലേ വാട്സപ്പിൽ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്കാവും കൊണ്ടുപോയി ഉണ്ടാവുക. എന്തായാലും നമ്മുടെ പൂ കൊണ്ട് ദേവിയെ പൂജിക്കാൻ സാധിച്ചുല്ലോ. പൂവിന് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ. അതൊടിഞ്ഞതേ അവർ ചുറ്റിയിട്ട് ഇങ്ങനെ വള്ളി ചുറ്റി കിടന്നായിരുന്നു. അത് ആരാ ഒടിച്ചു, വള്ളി വലിച്ച അത് ഞാൻ അതും കണ്ട അത് ഞാൻ കുത്തിയത് അവിടെ ഒരു ചെറിയ തണ്ടെടുത്തിട്ട് ഇതുപോലെ ഒടിഞ്ഞ് കുത്തിയത്. ഒടിക്കണ്ടെന്ന് വെച്ചു, ചിലപ്പോൾ പിടിക്കും. നാരങ്ങ ഉണ്ടായിരുന്നു കണ്ടായ്മ. പൊടിക്കുന്നുണ്ട്. പക്ഷെ വാട്ടുണ്ട് അല്ലേ. മോളി കയറി അയ്മ ചുറ്റി പറന്നപ്പോൾ രാജേട്ടൻ വലിച്ചു വള്ളി കളയാനായിട്ടേ. എൻ്റെ എന്നോട് പറഞ്ഞു വലിച്ചിട്ട് കിട്ടണില്ലടോ, താൻ ആ കത്രിക കൊണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ കത്രിക കൊണ്ട് വെട്ടി. അപ്പോൾ അതിൻ്റെയാണ് ഒടിഞ്ഞു പോയിട്ട് ഞാൻ കുത്തിയത്. ഇവിടെ കുത്തിയുണ്ട്, ചിലപ്പോൾ പിടിക്കൂട്ടാ. വലിച്ചിട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കാരണം പൊട്ടിച്ചെടുത്തോളൂ.
ശരിക്കും വേണ്ടേ ആണി പൊട്ടിച്ചോളൂ തിന്നു. അയ്യോ അത് ഞാൻ പറഞ്ഞ വലിച്ചിങ്ങോട്ട് കെട്ടാന്ന്. അതെ ആ മതിലുമ്മ കയറിയിട്ട് കെട്ടേണ്ടി വരും. ഉറുമ്പുകാരനേ കയറാൻ പറ്റില്ല. ഇത് വേണമെങ്കിലേ രസോർണം പൊട്ടിച്ചോളോ. എന്തൊരു വലിയ മുള്ളല്ല, അതിനേക്കാളും വലിയ മുള്ളെന്നാണ് ഇതിൻ്റെ. പോവാ നമുക്ക് സംഭാരം ഉണ്ടാക്കി കുടിക്കുക. അയ്യോ മോരെടുത്തു, ഒരു ഗ്ലാസ് മോരെടുക്കാം അല്ലേ? ഗ്ലാസ് മോരെടുത്തു, മോരൊഴിച്ചു, വെള്ളമുണ്ട്, ഉപ്പിടണ്ടേ, ഉപ്പിട്ടുണ്ട് കേട്ടോ. അതിൽ ഉപ്പിട്ടുണ്ട്. ഇത് എരിവിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പച്ചമുളക്, കഷ്ണം ഇഞ്ചി, ആരോഗ്യത്തിൻ്റെ അല്ല പൊട്ടിച്ചത്, തീർച്ചയായി കുടിക്കാനായിട്ടേ ഇഞ്ചി ഇട്ടുണ്ട്. പച്ചമുളക് ഇടാം അല്ലേ? പച്ചമുളക് ഇട്ടു. ഞാൻ ജാക്കറ്റിൻ്റെ ഭംഗി നോക്കിയിട്ട് ആണോ? ജാക്കറ്റാണ് പിടിച്ചത്. അപ്പോൾ ഞാൻ പ്ലേറ്റിൽ പോകാനായിട്ടേ തയ്യാറായിട്ട് നല്ല സാരി വെച്ചിട്ടില്ല. അപ്പോൾ പോകാൻ പോയി. അപ്പോഴേക്കും പണിക്കാരോട് എത്തിയെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് വന്നാൽ പോവാം. ഞാൻ കുടിക്കട്ടെ? ടേസ്റ്റ് കുടിച്ചോളോ അറിയും ഇവിടെ കഴിക്കാൻ. വരികയാണെങ്കിൽ പോകാന്ന് വെച്ചിട്ടാ. സ്വാദിയൊന്നും കാണുന്നുണ്ടായിരുന്നു. കഴിച്ചോളൂ. ഇതാകുമ്പോൾ കുഴപ്പം ഇല അതിന് തടയും. ദൈവമേ കുടിച്ചോളൂ. ഞാൻ 2 ഗ്ലാസ് കുടിച്ചു കേട്ടാ. എന്തൊരു സുഖം. കുറച്ചുകൂടി കുടിച്ചോളാം. എടുത്തോളാ. ആ ശരി കൊടുക്കട്ടെ കുറച്ചിട്ടാ. കുടിക്കാൻ അറിയില്ല. അപ്പം അവൻ ഇല കാണുമ്പോൾ പറയും അമ്മമ്മ എനിക്ക് ഇല വേണ്ട എന്ന് പറയും. കുടിക്കാവോ? അത് നമ്മുടെ നിറച്ച് വെച്ചോളട്ടോ ഒന്ന്. ശ്രീഹരി സംഭാരം വേണോ? ഇത് കുടിച്ചോ വെള്ളം? സംഭാരം എന്ത് രസാ. ഇത് ഇസ് ഹെൽത്തി വാട്ടർ. അമ്മൂമ്മ 2 ഗ്ലാസ് കുടിച്ചോളൂ. ഇലയൊക്കെ കളഞ്ഞിട്ടുണ്ട്, അമ്മ അരിച്ച് കളഞ്ഞിട്ടുണ്ട്. കുടിച്ചോ? ഓ എന്തൊരു സുഖമാണ് കുടിക്കുമ്പോൾ. ഓക്കെ കുടിക്ക്. ഇതിട്ട് സിപ്പ് ചെയ്ത് കുടിക്കാനുള്ളതല്ല, ഭയങ്കര സ്പീഡിൽ കുടിക്കണം, ദാഹം മാറാൻ. അപ്പം നമ്മുടെ അവിയൽ അടുപ്പത്ത് വെച്ചു. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്? പയറേ കുറേ പയറ് മൂത്തത് കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? ഒക്കെ മൂത്ത പയർ. എന്നാൽ ഒടി എടുത്തിട്ട് ഞാൻ അവിയൽ വെച്ചത്. അപ്പോൾ ഈ മണി എടുത്തിട്ട് മണി പ്ലസ് കായ പഴുത്തത് കണ്ടില്ലേ? കുറേ പഴുത്തു, കുറേ പച്ചയുണ്ട്. മൂക്കാത്ത കായാണ് കേട്ടോ. പയർ നന്നാക്കി കായ കൂട്ടി ഉപ്പേരി വെച്ചു. ചോറ് ഞങ്ങളുടെ ഊണ് കഴിച്ചതാട്ടോ. ജയശ്രീ ഊണ് കഴിക്കുമ്പോൾ ഞാൻ ജയശ്രീക്ക് വേണ്ടിയിട്ട് ജയശ്രീക്ക് ഒരു കമ്പനി കൊടുക്കാനായിട്ട് ഇരുന്നതാണ്. ഒരു വട്ടമൊക്കെ കഴിച്ചതാട്ടോ ഞാൻ നേരത്തെ. അവിയലും കായും പയർ ഉപ്പേരിയും ഒക്കെ കൂട്ടി കഴിച്ചതാണ്. എനിക്കിനി വേണ്ട ശരിക്കും. ഞാനിപ്പോൾ കഴിക്കണത് എന്തിനാന്ന് വെച്ചാൽ സാമ്പാറുണ്ട്, അതൊന്നും എനിക്ക് വേണ്ട. ഇവിടെ നെല്ലിക്കക്കറി ഇരിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നാട്ടോ. ജയശ്രീക്കൊരു കൂട്ടായല്ലോ. നെല്ലിക്കക്കറി എങ്ങനെയുണ്ട് അച്ചാറ്? സൂപ്പറായിട്ടുണ്ടല്ലേ?
രാജേട്ടന് നല്ല ഇഷ്ടമായിട്ടോ ഇത് സൂപ്പറായെന്ന് പറഞ്ഞു. ഇങ്ങനെ ചോറുണ്ട് ഉരുളിരുട്ടിയിട്ട് ഇരുന്ന് പതുക്കനെ മുക്കിയിട്ടാണ് കഴിച്ചാണ്ടല്ലോ എന്താ രസം. ഞങ്ങളങ്ങനെ മുപ്ലിയത്ത് എത്തിയിട്ടോ. മുപ്ലിയത്ത് ഊണ് കഴിച്ചപ്പോൾ ഗോപം വന്നു. അപ്പം തന്നെ ഊണ് കഴിഞ്ഞ് ഞങ്ങൾ പോന്നു ഇങ്ങോട്ട്. ഇവിടെ കിണറ്റിലത്തെ മോട്ടർ ഉണ്ടല്ലോ, മണലിൽ വെച്ച മോട്ടർ, അതിൻ്റെ ഫുട് വാൽവ് എന്തോ കംപ്ലൈൻറ്റ് വന്നു. പുതിയ ഒരു പൈപ്പും ഒരു ഫുട് വാൽവൊക്കെ വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ പണ്ടത്തെ കിണറാണ് കേട്ടോ ഇത്. ഈ കിണറ്റിലത്തെ വെള്ളമാണ് പണ്ട്, ഇതിലത്തെ വെള്ളമാണ് പണ്ട് നമ്മൾ കുടിച്ചിരുന്നത്. ഇവിടുത്തെ വെള്ളമാണ് കോരി കുടിക്കുക. കളങ്കയറല്ല, ബക്കറ്റ്. ബക്കറ്റ് മാങ്ങ വീടുണ്ട് അവിടെ. ഇതിന്റെ ഇതാവൂലേ, ചക്കയാവൂലേ, കടച്ചക്ക. 3 മാമ വന്നില്ലല്ലോ. അമ്മൂനെ കൊണ്ടേ പോയിക്കാ. അത് ശരി. അവിടെ ഡൽഹി കാണാലേക്ക് പോയിക്കായിരുന്നു. വന്നപ്പോ വയ്യാണ്ടായി ഉണ്ടാവൂലേ. ആകെ ടെൻഷനല്ലേ. ഫുട് വാൽവ് മേടിച്ചു, പൈപ്പ് മേടിച്ചു അല്ലേ. അതെ, അത് പുതിയത്. ഇനിയിപ്പോൾ അതിൻ്റെ അവരോട് എന്താ ചെയ്യണം, അവിടെ ചെയ്യണ്ട. ഞങ്ങളിവിടെ പറമ്പ് നനയ്ക്കാനായിട്ടേ ഒരു സ്പ്രിങ്കിൾ ഇടുകയാണ്. സ്പ്രിങ്കിളൊക്കെ ഫിറ്റ് ചെയ്യാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം മോട്ടർ ശരിക്കും വർക്ക് ചെയ്തില്ല, പമ്പ് ചെയ്തില്ല ശരിക്കും. അത് കാരണം കൊണ്ട് ഇത് ചെയ്തതാണ്. ഇപ്പോൾ പറയണം മോട്ടർ വേറെ വാങ്ങണമെന്ന്. എന്തായാലും അത് സക്സസ് ആവണമെങ്കിൽ എല്ലാം റെഡി ആവണം. അപ്പോൾ അറ്റത്തുള്ള ഭാഗത്ത് വെള്ളം സ്പ്രിങ്കിൾ വെക്കണതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് നോക്കട്ടെ, ഇവിടെ നോക്കട്ടെ. ഇത് ഗോപ, ഇതാണോ നമ്മുടെ ഇതിലുള്ള പൈപ്പ്? വാട്ട് ഈസ് ദിസ്? ഇതാണ് ഫിൽട്ടർ. ഈ ഫിൽട്ടറേ ഈ ഫിൽട്ടറിൽ കൂടെ വേണം മറ്റേ സ്പ്രിംഗ്ലറിലേക്ക് പോകാനായിട്ട്. ഫിൽട്ടറിൽ കൂടെ സ്പ്രിംഗ്ലറിലേക്ക് പോകുമ്പോഴാണ് സ്പ്രിംഗ്ലർ കേടാവാതിരിക്കുള്ളൂ. ഇതിന്റെ ഉള്ളിലെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഫിൽട്ടറിൽ പിടിച്ചേക്കണം. ഇത് കറുത്ത കാണുന്നതാണ് ഫിൽട്ടർ അല്ലേ? ഫിൽട്ടർ ഇടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഈ ഇലകളൊക്കെ ഉള്ളിൽ കയറി സ്പ്രിംഗ്ലറിന്റെ ഉള്ളിലേക്ക് പോയാലേ മണ്ണ് തരികളൊക്കെ പോയി കഴിഞ്ഞാൽ അത് കേടാവും. ലൈറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ്ലർ വേണം, ഈ ഫിൽട്ടർ വേണം. ഫുഡ് വാൽവിന്റെ അവിടെ അതിനെന്തെങ്കിലും വെക്കണം, അവിടുന്ന് കയറാണ്ടിരിക്കാൻ. അല്ല, അവിടുന്ന് കയറാണ്ടിരിക്കാൻ ഈ ഇതിന് വലിയിട്ടാൽ മതി. കിണറിന് വലിയിട്ടാലേ അവിടേക്ക് ഇലയൊന്നും വീഴില്ല. ബാക്കിയുള്ള ചെറിയ തരികളൊക്കെ ഈ ഫിൽട്ടർ പിടിച്ചോളൂ. വലിയ തരികളിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെള്ളം പോവില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് പൈപ്പ് ഇട്ടോ? പുതിയ പൈപ്പ് പൈപ്പ് ഇട്ടോ? നേരത്തെ പൈപ്പ് തന്നെയാണ്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടത് മാത്രം. നമ്മുടെ ഈ മോട്ടോർ ഷെഡൊക്കെ ഒരുപാട് കാലം പഴക്കമുള്ളതാണ്. അപ്പോൾ ഇത്തിരി അതിന് ഡാമേജൊക്കെ ഉണ്ടാവുമല്ലോ. എങ്കിലും ആ പഴയ പൈപ്പൊക്കെ ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ ശരിയാക്കി. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ വെള്ളം തിരിയല്ല, സ്പ്രിംഗ്ലറാണ്. ഇവിടെയാണ് പുതിയ വേലി കെട്ടാൻ പോണത് കേട്ടോ. നമ്മുടെ അപ്പുറത്തുള്ള വീട്ടുകാരുടെ പറമ്പിൻ്റെ അതിർത്തി ശരിക്കും ഇട്ടു. ഇനി ഇവിടെ നെറ്റാണ് വയ്ക്കാൻ പോണത്. നെറ്റിൻ്റെ വേലിയാണ് വയ്ക്കാൻ പോണം. അറിയില്ലേ, കടക്കൊക്കെ ഇത്ര താഴ്ചയിൽ വെച്ചിട്ട് മെറ്റിലിട്ടിട്ട് ഉറപ്പിക്കുക. എൻ്റെ പിന്നെ ഇവിടെ തന്നെയല്ല. ഇതാണ് ഗൗരവിച്ചത് വീട് വരുന്നതല്ലേ. പഴയ വീട്, പണ്ടത്തെ. ഞങ്ങളുടെ തന്നെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ആളാണ് ഗൗരിയേച്ചി എന്ന് പറയണത്. മരിച്ചു പോയിട്ടോ. അവർ മക്കളാണ് ഇപ്പോൾ ഉള്ളത്. അവരാരും ഇവിടെ താമസമൊന്നുമില്ല. അപ്പോൾ അവർ വന്ന് അതിർത്തിയൊക്കെ ശരിയാക്കിയിട്ട് പോയി.
മതിലൊക്കെ തട്ടിക്കളയൂല്ലേ. ഈ മതിൽ തട്ടിയിട്ട് ഇങ്ങനെ തിരിക്കും. മതിലിപ്പോൾ അവിടെ നിന്ന് ആ പോസ്റ്റോട്ട് പൊളിക്കേണ്ടി വരും അല്ലേ തിരിയണമെങ്കിൽ അല്ലേ? എത്ര 2, 4, 6, 8, 10 കാലം ഇട്ടു. ഇതിൻ്റെ കടക്കൊക്കെ ഇതിടും. ഇത് മെയിനാണോ ഈ 10 എന്നുള്ളത്? ഉറപ്പച്ചത് അതാണ് മെയിൻ കാര്യം. ശരിക്കും പറഞ്ഞാൽ നോക്കുമ്പോൾ ഇതാണ് വഴിയുള്ളത്. ആക്ച്വലി ഈ പറഞ്ഞ 3 മീറ്റർ ഓക്കെയാണോ? എത്ര ഞങ്ങൾ പടിഞ്ഞാററ്റത്തേക്ക് നടന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നടന്ന് അവിടെ അനിയത്തിയുടെ സ്ഥലമുണ്ട്. അവിടെ വാഴയൊക്കെ വെച്ചത് പൊടിച്ചു എന്ന് പറയാ. ഒരു കാല് ആക്കിയിട്ട് ഇരുള്ളിക്ക് വയ്ക്ക്. യെസ്. ഈ പൈപ്പ് ഇങ്ങനെ നടുക്കിട്ടാലേ എൻ്റെ മുകളിൽ കൂടെ വണ്ടി എങ്ങനെ പോകുമ്പോൾ പൈപ്പ് പൊട്ടുമോ? വെറുതെ മണ്ണിട്ടാൽ മതിയോ? അത് പക്ഷേ അടക്കാമരവും തെങ്ങ് ജാതി ഒക്കെ ഉണ്ട് ഇവിടെ അല്ലേ? നനച്ചാൽ ഉണ്ടാവും. ഇതൊരു സംസ്കാരമായിട്ടുള്ള ഒരു ഭൂമിയാവണമെങ്കിൽ എത്ര പാടുപെടണം അല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. പശുവിനെ തൊഴുത്തിൽ കെട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? കുട്ടി എവിടെ പോയി കണ്ട? ഇതൊന്നും ചെയ്യ തൊട്ടാണ് ചേട്ടാ. ബാ തൊടണോ? വാ 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 വോ സുന്ദര സുന്ദരി സുന്ദരി വാ ഡാ 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 ഡാ. പശു കാളില്ല പശു. ഇവിടെയൊക്കെ ശരിയാ 1, 2, 3 ഇവിടെയൊക്കെ ഓരോന്നിനെ വെച്ച് കെട്ടിയാറുണ്ടാ. ഇതിൽ നിറയെ പുല്ലിട്ട് കൊടുക്കുന്നിട്ട് നിറച്ച് പുല്ലിടും. അതെ അവരൊക്കെ നോക്കിയടാ ഈ വിഷുക്കണിക്കുള്ള പൂവ്. എന്താ രസം. അവരൊക്കെ വിറ്റു. കുറേ ഉണ്ടായിരുന്നു. 4 പശു ഉണ്ടായിരുന്നു. പിന്നെ കാളകളുണ്ടായിരുന്നു. ഉഴല്ല നമ്മൾ കൃഷി ചെയ്യില്ലേ? കൃഷി ചെയ്യുമ്പോൾ ഉഴണ്ടേ? അതിനാണ് കാളകൾ. പശുക്കളെ പാലിന്. പൊട്ടിച്ചോ? അത് സാരില്ലേ പൊട്ടിക്ക്. വളച്ച് പൊട്ടിക്ക്. വളച്ച് നോട്ട് ഇതിങ്ങനെ ഒടിക്ക്. ഹായ് വെള്ളത്തി അടിപൊളി. ബാബ ശരിയായില്ല അല്ലേ? തിരിയില്ലേ? അപ്പോൾ ഇത് കറങ്ങില്ലേ അല്ലേ? കറങ്ങില്ലേ ഇത്? പ്രഷർ കുറവായിട്ടാ? ഓ ഇവിടെ ഉണ്ടായിരുന്ന കുറേ പാഴ്മരങ്ങൾ, കേടായ മരങ്ങൾ, ആവശ്യമില്ലാത്ത മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു. അതിനുശേഷം ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് അടയ്ക്കാമരം, തെങ്ങ്, വാഴ ഒക്കെ വീണ്ടും വെക്കണം. 1, 2, 3 ഇവിടെ 1, 2, 3. ഇവിടേക്ക് വെള്ളം എത്തില്ല. അതിവിടെ എത്തുള്ളൂ. ഇതെങ്ങനെ വെള്ളം എത്തില്ല. 1 മണി വെക്കേണ്ടി വരും. 3 പിന്നെയോ നെക്സ്റ്റ് പക്ഷെ അതിൽ വട്ടം കറങ്ങുന്നുണ്ട് കേട്ടാ. നേരത്തെ എൻ്റെ അടുത്തേക്ക് വന്നല്ലേ? വരും. അത് അങ്ങോട്ട് പോയിട്ടാ. അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുക. കണ്ട പതുക്കേനെ തിരിയണുള്ളൂ. അത് അങ്ങോട്ട് തിരിഞ്ഞില്ലേ? ദേ വരുന്നു. ഏത്? അത് അവർ ശരിയാക്കിയിരിക്കും. നോക്കിയാ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു നോക്ക്.
വേണ്ട, പക്ഷെ ഇത് സ്പീഡിൽ തിരിയുന്നുണ്ട്, ഇത് സ്പീഡ് കുറച്ചാ. ആ ഇത് വർക്ക് ചെയ്യണില്ലേ? അതെന്തിട്ടാ? അത് വർക്ക് ചെയ്യണ്ടേ? സ്വീകരണ മേത്തേക്ക് വെള്ളായിക്കോ, സ്വീകരണ മേത്തേക്ക് വെള്ളായിക്കോ, വെള്ളായിക്കോ. ഓഫ് ചെയ്യാൻ. സ്പ്രിങ്ക്ലറൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കാനകളൊക്കെ മൂടുള്ളൂ. പണിക്കാർ നോക്കി നിൽക്കുകയാണ്, വേണ്ടത്ര ഫോഴ്സ് ഉണ്ടോ അതൊക്കെ നോക്കി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് അവർ ശരിയാക്കി ഇടും. എന്നിട്ടേ ഇവിടെ പൈപ്പുകളൊക്കെ മൂടിയിടുള്ളൂ. അതാണ് അവരുടെ ലക്ഷ്യം, നമ്മുടെയും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ? ഞാനിത് കാണിച്ചത് താല്പര്യമുള്ളവർക്ക് കാണാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കൂ. എനിക്കിത് കാണാൻ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിതിട്ടത്. കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാം. പിന്നെ എന്തൊക്കെയാണോ ചെയ്യാതൊക്കെ ചെയ്തോളൂ കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോകുകയാണ്. ഓക്കേ.